ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറച്ച് ലേറ്റ് ആയിപ്പോയി, അപ്പൊ കൂടുതൽ ഞാൻ പറഞ്ഞു കുളവാക്കാനൊന്നും നിൽക്കുന്നില്ല, ഒത്തിരി ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. നേരെ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പം വിശേഷം കാണുന്നതിന് മുമ്പ് ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രേവതിക്ക് കിട്ടിയ ആ ഒരു പൈസ ഉണ്ടല്ലോ, നമ്മുടെ കല്യാണ മണ്ഡപം ഡെക്കറേറ്റ് ചെയ്തപ്പം കിട്ടിയ പൈസ അത് കൊണ്ടുപോയി സച്ചിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ചന്ദ്ര കാണുകയാണ് കേട്ടോ. ചന്ദ്ര കണ്ടാൽ എന്താ ഉണ്ടാകാൻ പോവോ? ഉയ്യോ, ഒറ്റയടിക്ക് 7,000 രൂപ കേട്ടോ രേവതിക്ക് കിട്ടിയത്. 7,000 രൂപ പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി റൂം കെട്ടാം. കാരണം ഇങ്ങനെ മാസം ഒരു ഓഡിറ്റോറിയം വെച്ച് നമുക്ക് കിട്ടിയാൽ മതി, ഡെക്കറേഷൻ ചെയ്യാൻ കിട്ടിയാൽ മതി സച്ചേട്ടാ. നമുക്ക് പെട്ടെന്ന് തന്നെ റൂമൊക്കെ കെട്ടാനായിട്ട് സാധിക്കുന്നു പറഞ്ഞു. ഏതായാലും നമ്മുടെ രേവതിനെ കൊണ്ട് പറ്റുന്നത് മാക്സിമം എഫർട്ട് ഇട്ട് രേവതി സച്ചിനെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് കണ്ട് കുശുമ്പും അസൂയും ഒക്കെ മൂത്തിട്ട് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണ്, താടിയിൽ കയ്യും കൊടുത്തിട്ട്. അയ്യോ, 7,000 രൂപയോ? ഇവളെ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് 7,000 രൂപ ഉണ്ടാക്കിയോ? എന്റെ ദൈവമേ, ഇനിയിപ്പോ സുധീനേക്കാളും ഉയർന്നു വല്ലതും പോയാലോ? നമ്മുടെ രേവതി വലിയ ബിസിനസ് ഒക്കെ ആയാലോ? ചിലപ്പോൾ ഒരു വലിയൊരു ഈവൻസ് ഒക്കെ ഇട്ടാലോ? അതിന്റെ ഒരു വലിയ ആദ്യ ആള് ചന്ദ്രയുടെ മനസ്സിൽ. അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു, ഒരു ദിവസം കൊണ്ട് 7,000 രൂപ കയ്യിൽ വന്നു. ദേ, ഇന്ന് സച്ചേട്ടനേക്കാൾ കൂടുതൽ ക്യാഷ് ഈ രേവതി ഉണ്ടാക്കി. അപ്പോഴത്തേക്കും വീണ്ടും ചന്ദ്ര കേമായി പോയിന്ന് അങ്ങനെ മനസ്സിൽ വിചാരിക്കാം. അപ്പൊ രേവതി പറഞ്ഞു, ഇത് എന്താ സച്ചേട്ടൻ, എനിക്ക് ഈ ഐഡിയ നേരത്തെ തോന്നാതെ ഇരുന്നത്. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടല്ലോ സച്ചേട്ടാ, ഇപ്പോഴായിരിക്കും അതിന് സമയമായതല്ലേ. ഏതായാലും നീ ഈ ക്യാഷ് കുടുക്കയിൽ കൊണ്ടിട്ടോ. അപ്പം സച്ചേട്ടന് ആവശ്യമില്ലേ ഈ ക്യാഷ്? എനിക്ക് എന്താവശ്യം, എന്റെ കയ്യിലിരുന്ന് ഇത് ചെലവായി പോകും, നീ ഇത് കുടുക്കെ കൊണ്ടിട്. നമുക്കിത് വീട് വെക്കാൻ വേണ്ടി തന്നെ എടുക്കാം, നമുക്ക് റൂം കെട്ടാൻ വേണ്ടി തന്നെ എടുക്കാം. എന്നിട്ട് നമ്മുടെ രേവതി പറഞ്ഞു, ഈയിടെയായിട്ട് ഞാനാ കുടുക്കയിലെ സച്ചേട്ടനേക്കാൾ കൂടുതൽ ക്യാഷ് ഇടുന്നത്, അറിയാലോ അല്ലേ? പിന്നെ അറിയാതെ നീയല്ലേ പിന്നെ കൂടുതൽ ഇടുന്നത്. ഏതായാലും സച്ചേട്ടൻ ഇവിടെ ഇരിക്കെ, ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം. ടെറസിൽ ഉണക്കാനിട്ടേക്കുന്ന തുണിയുണ്ട്, അതുകൂടെ സച്ചേട്ടൻ പോയി ഒന്ന് എടുത്തിട്ട് വരാമോ? അപ്പോഴത്തേക്കും ഞാൻ ചായ ഇടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചി എന്നാ പിന്നെ ചായ എടുക്കാം, ചായ അല്ല തുണി എടുക്കാന്ന് പറഞ്ഞു മേളിലേക്ക് പോയി. രേവതി ചായ ഇടാൻ വേണ്ടി പോവാണ്. സച്ചിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇതിൽ കൂടുതൽ സന്തോഷം എന്താ? നല്ലൊരു ഭാര്യനെ കിട്ടി, തന്റെ കൂടെ ഒപ്പം നിന്ന് അധ്വാനിക്കാൻ കഴിവുള്ള ഒരാള്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര സച്ചിനെ കണ്ടതും ഭയങ്കര ചിരി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെന്ന് നിന്റെ ഭാര്യനെ ഞാൻ കെട്ടഴിച്ച് വിട്ടപ്പോ തന്നെ ഓർത്തതാ. അവള് വലിയ മുതലാളി, നീ ഇപ്പോഴും തൊഴിലാളി തന്നെ. പാവം കാർ ഡ്രൈവർ ആയിട്ടാണല്ലോ നീ നടക്കുന്നത്. അതിന്റെ പുച്ഛവാ അവളുടെ വാക്കിലും നോക്കിലും ഒക്കെ കണ്ടത്. നീ വെറും കാർ ഡ്രൈവർ. അവള് പറഞ്ഞത് കേട്ടില്ലേ? അവള് നിന്നേക്കാൾ കൂടുതൽ ക്യാഷ് സമ്പാദിച്ചെന്ന്. കുടുക്കൽ കൂടുതൽ ക്യാഷ് ഇടുന്നു അവളാണത്ര. ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കാൻ നിനക്ക് നാണമില്ലേ സച്ചി? ഇവൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിന്നേക്കാൾ കൂടുതൽ അവള് വളർന്നു, നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്നാ പറയാതെ പറഞ്ഞത്. പിന്നെ രേവതി അങ്ങനെ ഉദ്ദേശിച്ചൊന്നും അല്ല പറഞ്ഞത്, അങ്ങനെ തന്നെയാ രേവതി ഉദ്ദേശിച്ചത്. അതെനിക്ക് മനസ്സിലായി. ഒരു പെണ്ണിനെ അറിയത്തുള്ളൂ. നല്ല ക്യാഷ് കയ്യിൽ വന്ന് തുടങ്ങിയില്ല, നിനക്ക് കിട്ടുന്ന നക്കാപ്പിച്ച ക്യാഷ് അല്ലേ. നിന്നെ ഇനി അവള് വില വെക്കാൻ പോകുന്നില്ല. നീയില്ലെങ്കിലും അവക്കിനി ജീവിക്കാം. സ്വന്തം കാലിൽ നിൽക്കാനും അവള് പഠിച്ചു. അതിന്റെ അഹങ്കാരവും പുച്ഛവും അവളുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ട്. അതെ, അവൾ എന്നോടെന്നല്ല ആരോടും അങ്ങനെ അവള് കാണിക്കത്തില്ല. അവക്ക് കിട്ടിയ ക്യാഷ് അവൾ എന്നെ ഏൽപ്പിച്ചതാ. അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. അതൊക്കെ അവളുടെ അഭിനയല്ലേ, വെറും അഭിനയം. ഇങ്ങനെ പോയാലേ അവളെ നിന്നെ ഒരു അടിമയാക്കും, അടിമപ്പണി ചെയ്യിപ്പിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ല, ടെറസിൽ പോയി ഉണങ്ങാനിട്ട തുണി എടുത്തിട്ട് വരാന്. നാളെ ഉണ്ടോ നിനക്ക്? നാളെ അവള് നിന്നോട് തുണി അലക്കാൻ പറയും, പിഴിയാൻ പറയും, വിരിക്കാൻ പറയും. ഇതെല്ലാം നിനക്ക് ചെയ്യേണ്ടി വരും. കാരണം എന്താ? അവക്ക് നിന്നേക്കാൾ വലിയ വരുമാനം കിട്ടുന്നുണ്ടല്ലോ. ഇനി അവളുടെ ക്യാഷ് കൊണ്ടായിരിക്കും നീ ജീവിക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ പറയുന്നത് കേട്ടല്ലേ പറ്റത്തുള്ളൂ. അറിവായ കാലം മുതൽ ഞാൻ വളയം പിടിക്കുന്നുണ്ടമ്മേ. മറ്റാരെ ആശ്രയിച്ചല്ല, അധ്വാനിച്ചിട്ടാ സച്ചി ജീവിക്കുന്നത്. ഇനി ജീവൻ ഉള്ളിടത്തോളം കാലം സച്ചി ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ പറയാ പറ്റൂടാ നിനക്ക് ഇതൊക്കെ. എടാ, നീ എന്താടാ ഉണ്ടാക്കിയത്? ഇത്ര നാളും വളയം പിടിച്ചിട്ട് ഇത്ര നക്കാപ്പിച്ച് കിട്ടിയിട്ട് നിനക്ക് എന്താടാ ചെയ്യാനുള്ളത്? ഒരു ദിവസം കൊണ്ട് അവൾ 7,000 രൂപ ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞത്. നിന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അതിന് നിനക്ക് 7,000 രൂപ ഉണ്ടാക്കണമെങ്കിൽ എത്ര ദിവസം കാർ ഓടിക്കണം? ഒരു ദിവസം കൊണ്ട് 7,000 രൂപ മിച്ചം പിടിക്കാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ലടാ, പറ്റത്തില്ല. അതിനുള്ള കഴിവും പ്രാപ്തിയും നിനക്കില്ല, ഒരിക്കലും പറ്റത്തില്ല. അപ്പം ഇവിടെ ആരാ സ്റ്റാർ? അത് സച്ചി, നീ അല്ല, രേവതിയാ. അവളുടെ കാൽഭാഗം പോലും വരുമാനമില്ലാത്ത നിന്നെ അവള് വില വെക്കത്തില്ല. നീ അടിമ സച്ചിയാ, ഡ്രൈവർ സച്ചി അല്ല എന്നും പറഞ്ഞു നമ്മുടെ ചന്ദ്ര ഭയങ്കര ചിരി.
ഭയങ്കര ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിരി. എന്നിട്ട് പറയും വേഗം ചെല്ല് 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 ഉണങ്ങാനിട്ട തുണി എടുക്കുക, ഇല്ലെങ്കിലേ അവള് വഴക്ക് പറയും. അങ്ങനെ നമ്മുടെ സച്ചിയുടെ ഞരമ്പിലും ശരീരത്തിലും ഒക്കെ ആ സംഭവം കുത്തിവെക്കാനാണ് നമ്മുടെ ചന്ദ്ര എന്ന അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമ്മുടെ രേവതിയോടൊരു ഇഷ്ടക്കേട് വരണം. കാരണം രേവതി വലിയ ആളാണെന്ന് രേവതിക്കൊരു ബോധമുണ്ട്. രേവതി സച്ചിയുടെ മുമ്പിൽ വലിയൊരാളാണ്, അത് അവൾ അഹങ്കാരത്തോടു കൂടി പറയുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിൻ അങ്ങ് കൊച്ചാക്കുമ്പോഴത്തേക്ക് ഇപ്പം എന്തോ സംഭവം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഓർത്തിട്ട് നമ്മുടെ ചന്ദ്ര ഇതൊക്കെ പറഞ്ഞു. ഏതായാലും സച്ചി ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നിന്ന് ആലോചിക്കുന്നുണ്ട്. ആർക്കറിയാം നമ്മുടെ സച്ചി ഇതൊക്കെ മനസ്സിൽ കയറ്റിയോ ഇല്ലയോ എന്നൊക്കെ. ഏതായാലും നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നു, ടെറസിന്റെ മുകളിലേക്ക് വന്നു കേട്ടോ തുണി എടുക്കാനായിട്ട്. പക്ഷെ സച്ചി ടെറസിന്റെ അവിടെ വരെ വന്നിട്ട് എന്തോ സ്റ്റക്കായി പോയി. എന്നിട്ട് നമ്മുടെ സച്ചി രേവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുക. ഞാനാ ഇപ്പം കൂടുതൽ പൈസ കുടുക്കയിൽ ഇടുന്നതെന്ന്. അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞതും ആലോചിക്കുക. വേറൊന്നുമല്ല, അവളുടെ വരുമാനത്തിനേക്കാൾ കാൽ ഭാഗം പോലും നിനക്കില്ലല്ലോ, അപ്പൊ പിന്നെ വില വെക്കത്തില്ല അവള്. നീ അടിമ സച്ചിയാ, ഡ്രൈവർ സച്ചിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിട്ട് ആ ടെറസിന്റെ അവിടെ വന്ന് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ സച്ചി തുണി എടുക്കുന്നില്ലെന്ന് തോന്നുന്നു. തുണി എടുത്തില്ല നമ്മുടെ സച്ചി, പകുതി വരെ കയറി വന്നു. പിന്നെ തുണി എടുക്കണമെന്നുണ്ട്, എടുക്കാനും പറ്റുന്നില്ല. ഇനിയിപ്പം എന്തെങ്കിലും തോന്നുവോ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കും എന്തോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏതായാലും ആ സീനൊക്കെ മാറിയിട്ടോ. ആ സീനൊക്കെ മാറിയിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം വെളുത്തിട്ട് രേവതി ഒരു ഫോണും എടുത്തോണ്ട് ഇങ്ങനെ നടപ്പാ. ഫോൺ വിളിക്കുക, എന്നിട്ട് കിട്ടുന്നൊന്നുമില്ല. ഇത് ആരെ വിളിക്കുന്നത് നമുക്ക് ആദ്യം മനസ്സിലാവില്ല കേട്ടോ. ഇതിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. വേറൊന്നും അല്ല കേട്ടോ, നമ്മുടെ സച്ചിനെ അവിടെ കാണുന്നില്ല. അത് തന്നെ കാര്യം. സച്ചേട്ടാ 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 എന്ന് പറഞ്ഞുകൊണ്ട് വീട് മൊത്തം ചുറ്റും നടന്ന് വിളിച്ചു. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, അല്ലാതെയും കാണുന്നില്ല. ഇത് എവിടെ പോയതായിരിക്കും എന്ന് പറഞ്ഞു രേവതി ഭയങ്കരമായിട്ട് തിരയോ. ഏതായാലും നമ്മുടെ ചന്ദ്ര കുത്തിവെച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മുടെ സച്ചിയിൽ അങ്ങോട്ട് ഏറ്റവും ഒരു ഡൗട്ട്, വിഷമോ സങ്കടമോ ഒക്കെ ആയി കാണുമായിരിക്കുവേ. ഏതായാലും ഈ സമയത്ത് രേവതി മുറ്റത്ത് വന്നപ്പോഴത്തേക്കും കാർ ഇവിടെ ഇല്ലല്ലോ, ഇനിയിപ്പം സച്ചേട്ടൻ ട്രിപ്പ് പോയതായിരിക്കുമോ, എന്നോട് പറയാതെ അങ്ങനെ പോകുന്നല്ലോ. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, എന്താ ഈ സച്ചേട്ടൻ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്കാണ് ഒരു ചെറിയൊരു മോർണിംഗ് വാക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ പതുക്കെ കയറി വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടതും രവീന്ദ്രൻ ചോദിച്ചു, എന്താ മോളെ നീ ഇവിടെ നിൽക്കുന്നത്? അത് പിന്നെ സച്ചേട്ടൻ ട്രിപ്പ് പോകുന്ന കാര്യം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എവിടേക്കാ പോയതെന്ന് അറിയാമോ? അത് പിന്നെ ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോ കാർ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് രാവിലെ പോയോ? ഞാൻ എണീക്കുമ്പോ സച്ചേട്ടനെ കണ്ടില്ല. ഇവിടെ എവിടെയെങ്കിലും കാണുന്ന ഞാൻ കരുതിയത്. അതെന്താ അവൻ നിന്നോട് പറയാതെ പോയത്? നീ ഒന്ന് ഫോണിൽ വിളിച്ചു നോക്കിയേ. ഞാൻ കുറെ തവണ വിളിച്ചെന്നേ, ഫോൺ എടുക്കുന്നില്ല സച്ചേട്ടാ. അപ്പം അർജന്റായിട്ട് ആരെങ്കിലും ട്രിപ്പ് വിളിച്ചിട്ട് പോയതായിരിക്കും. വണ്ടി ഓടിക്കുന്നുണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. എങ്കിലും സച്ചേട്ടൻ പറഞ്ഞിട്ട് പോകുന്നതല്ലേ. എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നു. സച്ചിൻ ഇത് എവിടെ പോയതെന്ന് മനസ്സിലാവുന്നില്ല. നീ വിഷമിക്കൊന്നും വേണ്ട മോളെ, അവൻ തിരിച്ചു വിളിച്ചോളും കുറച്ച് കഴിയുമ്പം. മോള് പോയിക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രന്റെ അകത്ത് കയറിപ്പോയി. രേവതിക്ക് ആകെ പാടെ സങ്കടമായിട്ടോ. രേവതി ഇങ്ങനെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലയാം. അപ്പോഴത്തേക്കാണ് ചന്ദ്ര ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എണീറ്റ് വരുന്നത്. ഏതായാലും ചന്ദ്ര വന്നു. ചന്ദ്ര വന്ന ഉടനെ തന്നെ നമ്മുടെ രേവതിയോട് ചോദിച്ചു, എന്താടി നീ ഇവിടെ വന്ന് നിൽക്കുന്നത്, നിന്റെ അടുക്കളപ്പണി കഴിഞ്ഞോ? അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറയുന്ന ഒന്നും രേവതി കേൾക്കുന്നില്ല കേട്ടോ. രേവതി ഇങ്ങനെ എവിടെ പോയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്ര ഇങ്ങനെ വന്നിട്ട്, എടി നിനക്ക് എന്തായാലും ചെടിയേക്കത്തില്ലേ, എന്താടി ഒന്നും മിണ്ടാത്തത്, നിന്റെ വായിൽ പഴം കുത്തി കയറ്റി വെച്ചോ, പോയി ചായ എടുത്തിട്ട് വാടി. അത് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിക്കും. എനിക്ക് പെട്ടെന്ന് ഒരു സ്ഥലം വരെ പോകണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സ്കൂട്ടി ആയിട്ട് പോകാൻ തുടങ്ങും. അപ്പോഴത്തേക്കും ചന്ദ്ര എടി നിക്കടി എന്നൊക്കെ പറയുന്നുണ്ട്. രേവതി കേൾക്കുന്നില്ല കേട്ടോ. രേവതിക്ക് നമ്മുടെ സച്ചി എവിടെ പോയതെന്ന് അറിയണമല്ലോ. അതിന്റെ തത്രപ്പാടിന് നമ്മുടെ രേവതി വണ്ടി എടുത്തോണ്ട് അങ്ങ് പോകട്ടോ. നമ്മുടെ ചന്ദ്ര പറഞ്ഞിട്ട് കേൾക്കാനൊന്നും ഇല്ല. ചന്ദ്ര പറഞ്ഞിട്ട് കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ചന്ദ്രയല്ലേ ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചത്, ആർക്കറിയാം. നമ്മുടെ രേവതിക്ക് അത് അറിയത്തുമില്ല. ഏതായാലും രേവതി നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാതെ എടുത്തിട്ട് പോയി. അപ്പോഴത്തേക്കും ചന്ദ്ര ഇവക്ക് വന്ന് ഒരു അനുസരണ ഇല്ലല്ലോ, ഇവള് ഇത് എങ്ങോട്ടാ പോകുന്നത്, ഒരു അനുസരണ ഇല്ലാതെ ഇവള് വന്നേക്കുക, ഒരു വില ഇവളിപ്പം തരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയാണ് കേട്ടോ. ഏതായാലും പിന്നെ കാണിക്കുന്ന സീനുണ്ടല്ലോ, നമ്മുടെ ചന്ദ്ര നേരെ ഭാമയുടെ വീട്ടിലേക്ക് പോവാണ്. ഭാമയുടെ വീട്ടിലേക്ക് ചെന്ന് കയറുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ഏതായാലും ഭാമയുടെ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോഴത്തേക്കും ദേ ഇരിക്കുന്നു നമ്മുടെ ദൃഷ്ടിയമ്മ ആ ഒരു ഫോട്ടോ. അയ്യോ ഇത് കണ്ടത് കാലി വന്നിട്ട് ഇത് എന്താ ഭാമ ഇത് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ എനിക്കിത് ഒരാൾ കൊണ്ട് തന്നതാ. ഞാൻ മാർക്കറ്റിൽ പോയി ഇട്ട് വന്നപ്പോഴത്തേക്ക് റോഡ് സൈഡിലിരുന്ന് വിൽക്കുമായിരുന്നു ഇത്. ഇപ്പൊ ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഉണ്ട്, ദൃഷ്ടിദോഷം ഉണ്ടാവത്തില്ലെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഭാമേ നീ ആ ഫോട്ടോയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി, അപ്പൊ നിനക്ക് മനസ്സിലാകും. എടി ഇത് കണ്ണേറമ്മയുടെ ഫോട്ടോ എടി, കണ്ണേറമ്മ മണ്ണാങ്കട്ട, ശരിക്കും നോക്ക് ഇത് ആരാണെന്ന്. അങ്ങനെ ശരിക്കും നോക്കാണ്ടോ. ശരിക്കും നമ്മുടെ ഭാമ ഇങ്ങനെ നോക്കുന്നു. അയ്യോ ചന്ദ്രേ,
ഈ കണ്ണേറമ്മയ്ക്ക് ചന്ദ്രയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ചന്ദ്രന്ന്. അതാടി പറഞ്ഞത്. ഇത് വേറെ ആരും അല്ലടി, ഇത് ഞാൻ തന്നെയാ. ഏ, നീയോ? നീ എങ്ങനെയാ കണ്ണേറമ്മയായത്? അത് ഞാൻ എങ്ങനെയാ കണ്ണേറമ്മയായതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഓ, ഇതൊക്കെ എന്റെ വീട്ടിൽ വന്ന മരുമക്കളുടെ കുറ്റം. അതുകൊണ്ട് ഒരു ദിവസം എന്റെ തലയിൽ മൈദമാവ് വീണില്ലേ, അന്ന് എടുത്തതാ. സുധി എന്റെ വീട്ടിൽ വന്നിരുന്നു ഈ ഫോട്ടോ മേടിച്ചു. അവന് ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട്. അല്ല, ഈ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ നിന്റെ മരുമകൾ കാരണം എങ്ങനെ വെളിയിൽ വന്നു? അത് വീട്ടിലൊരു പണക്കാരി ഉണ്ടല്ലോ, വർഷ. അവള് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ആക്കി ഇട്ടു. ഏതോ ഒരുത്തൻ അതെടുത്ത് ഡിസൈൻ ചെയ്ത് ഇങ്ങനെ ആക്കിയതാ. അപ്പോഴത്തേക്കും നമ്മുടെ ഭാമയ്ക്ക് ചിരി വന്നിട്ട് ഭയങ്കര ചിരി. അപ്പൊ ചന്ദ്രൻ ഒന്ന് ചിരിക്കാതെ, എന്റെ പൊന്നു ഭാമേ, ഇത് മര്യാദയ്ക്ക് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോണം കേട്ടല്ലോ, എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. അയ്യോ, കളഞ്ഞോണാമേ, നീ പിണക്കം മറന്ന് എന്നോട് മിണ്ടി തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനി ഇതിന്റെ പേരില് എന്നോട് ഒന്നുകൂടെ പിണങ്ങരുത്, എനിക്കിത് പറ്റത്തില്ല. എടി, അകത്തേക്ക് വാ, നീ മിണ്ടാതിരുന്നിട്ട് ഒരു സുഖമില്ലായിരുന്നു എന്ന് പറഞ്ഞ് ചന്ദ്രനെ വിളിച്ച് അകത്ത് കയറ്റിയിരുത്തി. അങ്ങനെ നമ്മുടെ ഭാമ പറഞ്ഞു, ചന്ദ്രേ, എനിക്കുള്ള ഒരു മോശ സ്വഭാവം എന്താണെന്ന് അറിയോ? ആരോടും ഒന്നും പറയരുതെന്ന് പറഞ്ഞാലേ, ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞു പോകും. അത് ഈ ഒരു മോശ സ്വഭാവമായി പോയി. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു മനസമാധാനം കിട്ടത്തില്ല. അത് നിന്റെ ഒരു അസുഖമാ. ഡോക്ടറെ കാണിച്ചേ നിന്റെ വായിക്കൊരു തുന്നലിടണം, അല്ലെങ്കിൽ വലിയൊരു പൂട്ട് പിടിച്ച് പൂട്ടണം. ആ, നീ വേണമെങ്കിൽ അതും ചെയ്യും ചന്ദ്രേ, എനിക്കറിയാം. അത് പിന്നെ ഞാൻ ഒരു സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടി വന്നതാ. ആ ഫോട്ടോ കണ്ടപ്പോ എന്റെ മൂഡ് അങ്ങ് പോയി. സന്തോഷമുള്ള കാര്യം? അതെന്താടി സന്തോഷമുള്ള കാര്യം? അതെ, സുധി വീട് മേടിക്കാൻ പോവാ. സുധി വീട് മേടിക്കാൻ പോവാണെന്നോ? നല്ല കാര്യമായി പോയല്ലോടി. ഹിൽ ടോപ്പിലാ വീട്. വലിയ വീടാന്നാ പറഞ്ഞത്, വലിയ മുഴുത്ത വീട്. ഈ വീടും എന്റെ വീടും ഒന്നും ആ വീടിന്റെ മുമ്പിൽ ഒന്നും അല്ല. ഓ, വലിയ വീടാണെന്നേ. അവൻ വീട് വാങ്ങിയ ഉടനെ ഞാൻ ഡാൻസ് സ്കൂൾ അവിടത്തേക്ക് മാറ്റും. ഓ, ഡാൻസ് സ്കൂള് പറയുന്ന കേട്ടാ തോന്നുന്നു ഇവിടെ 100 കണക്കിന് പിള്ളേർ പഠിക്കാൻ വരുന്നുണ്ട്. ഒരു ഈച്ചക്കുഞ്ഞു പോലും വന്നിട്ടില്ല ഈ സ്കൂളിൽ. വർത്താനം പറഞ്ഞിരിക്കാൻ ഞാനെങ്കിലും ഉണ്ട്. അവിടെ അവര് രണ്ടുപേരും ജോലിക്ക് പോയി പിന്നെ ആരുണ്ട്? നീ നിന്നെ തന്നെ ഇരുന്ന് പഠിപ്പിക്കേണ്ട വരും. നീ അങ്ങനെ തന്നെ കളിയാക്കൊന്നും വേണ്ട ഭാമേ. അത് വലിയ വീടൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എല്ലാവരും വരും, എല്ലാവരെയും കാണാനായിട്ട് എനിക്ക് പറ്റും എന്നൊക്കെ. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീന് രേവതിയുടെയാണ്. രേവതിയും ശരത്തും കൂടെ സ്കൂട്ടിയിൽ അവിടെ ഇവിടെയൊക്കെ ചുറ്റി കറങ്ങുവാണ് കേട്ടോ. നമ്മുടെ സച്ചിനെ തിരയുന്നതാണ്. കാണുന്നില്ലല്ലോ സച്ചിനെ. രാത്രിയായിട്ടും സച്ചിനെ കാണുന്നില്ല. അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് സച്ചിനെ കാണുന്നില്ല. അങ്ങനെ തപ്പി തപ്പി മടുത്തു. അങ്ങനെ നമ്മുടെ ശരത്തിനോട് പറഞ്ഞു, ഇതിപ്പൊ പറയാതെ എങ്ങോട്ട് പോയതാ ശരത്തെ? പറയാതെ എങ്ങും പോകുന്നതല്ല, ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതാണല്ലോ പ്രശ്നം. എനിക്കാണെങ്കിൽ പേടിയായിട്ട് മേല. അത് പിന്നെ സച്ചേട്ടൻ ചേച്ചിനെ കളിപ്പിക്കാനായിട്ട് ചുമ്മാ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കോ? ഏയ്, അങ്ങനെ എന്നെ കളിപ്പിക്കത്തൊന്നുമില്ല. അല്ല, സച്ചേട്ടൻ പോകാൻ സാധ്യതയുള്ള സ്ഥലത്തല്ല നമ്മൾ പോയി നോക്കിയില്ല, അവിടെ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇനി എവിടെ പോയി നോക്കാനാ? എനിക്കറിയില്ല മോനെ, ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന്. സച്ചേട്ടനില്ലാതെ എനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല. അതിന് സമയം ഇത്രയില്ല ചേച്ചി, വീട്ടിലേക്ക് ചെല്ല്, സച്ചേട്ടൻ വന്നോളും. ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. എടാ, എന്നാലും ഇത്രയും നേരമൊക്കെ ഒന്നും വിളിക്കാതെ ഇത് എവിടെയായിരിക്കും? ചേച്ചി ചെല്ല് ചേച്ചി, എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നോട് വിളിച്ച് പറയണം കേട്ടോ, പറയാതിരിക്കരുത്. ചേച്ചി സമാധാനമായിട്ട് ചെല്ല്, വീട്ടിലേക്ക് ചെല്ല്. ഇനിയിപ്പം ചേച്ചീനെ കാണാത്തതിന്റെ പേരിൽ അവിടെ ഉള്ള ഒരു ടെൻഷൻ അടിക്കണ്ട, ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോ അവിടെ സച്ചി ഇല്ല. അങ്ങനെ രേവതി ഇങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ കരഞ്ഞ് കൂവി നിൽക്കുകയാണ് ഒരു തൂണിൽ ഇങ്ങനെ ചാരി. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പതുക്കെ പതുക്കെ ഇറങ്ങി വരികയാണ് കേട്ടോ. നമ്മുടെ രേവതി കരയുന്നത് രവീന്ദ്രൻ കാണുന്നുണ്ട്. ഇതിൽ രവീന്ദ്രൻ പതുക്കെ പതുക്കെ രേവതിയുടെ കരച്ചിൽ കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട്, മോളെ എന്താ മോളെ എന്താ പറ്റിയത്? നീ എന്തിനാ കരയുന്നത്? സച്ചി വിളിച്ചില്ലേ? ഇല്ല സച്ചേട്ടൻ വിളിച്ചില്ല. അങ്ങോട്ട് വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫാ. ഞാനും കുറെ നേരം ആയിട്ട് വിളിക്കുക, ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാ. അത് പിന്നെ ശരത്തിനെയും കൂട്ടി ഞാൻ കുറെ സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, എവിടെയും ഇല്ല സച്ചേട്ടൻ. അവൻ എന്താ ഈ കാണിക്കുന്ന മോളെ? അവൻ എവിടെയായിരിക്കും? എവിടെ പോകുവാണെങ്കിൽ അവനൊന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ? അല്ലെങ്കിൽ ഒന്ന് വിളിച്ചൂടെ? ഇതിപ്പം മനുഷ്യന് വട്ട് കേസ് പിടിപ്പിക്കാൻ വേണ്ടി അവൻ ഓരോന്ന് ചെയ്തു വെക്കുന്നത്. എനിക്കറിയില്ല എന്താണോ പറ്റിയത്. ഭയങ്കര സന്തോഷത്തിലായിരുന്നു സച്ചേട്ടൻ. എന്നിട്ടിങ്ങനെ എന്നോട് പറയാതെ പോയത്. അവൻ ലേറ്റ് ആയിട്ട് വരുന്ന ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. അവനോട് ആൺകുട്ടിയല്ലേ, അവൻ എപ്പോഴാണേലും വന്നോളൂ. നീ പോയി ഭക്ഷണം കഴിക്കുക. ഏയ് വേണ്ട, ഞാൻ സച്ചേട്ടൻ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുള്ളൂ, എനിക്കിപ്പോ ഒന്നും വേണ്ട. മോളെ, നിങ്ങൾ എന്തെങ്കിലും വഴക്ക് കൂടുകയോ മറ്റും ചെയ്തായിരുന്നോ? ഇല്ല അച്ഛാ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തമ്മിൽ ഒരു പ്രശ്നം ഇല്ലായിരുന്നു, ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അല്ല, എനിക്കെന്തോ അങ്ങനെയൊക്കെ തോന്നുക. ഇല്ല അച്ഛാ, ഞങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടില്ല അച്ഛാ, സച്ചേട്ടനോട് വഴക്കേ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടിയ പൈസയൊക്കെ ഞാൻ സച്ചേട്ടന് കൊടുക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾ സ്വീറ്റ്സ് ഒക്കെ കഴിച്ചോണ്ട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സച്ചേട്ടൻ ടെറസിന്റെ മണ്ടയിൽ തുണി എടുക്കാൻ പോയതാ. അതുവരെ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെയാ സച്ചേട്ടനെ കാണാത്തത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി ഭയങ്കരമായിട്ട് ക്ഷീണം വന്ന് ഇങ്ങനെ അവിടെ ഒരു സ്റ്റെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് തന്നെ നമ്മുടെ സച്ചിനെയും കാണാത്തത് ഭയങ്കര സങ്കടം.
ഇതിനിടയ്ക്ക് നമ്മുടെ രേവതിനെ അമ്മയും വിളിക്കുന്നുണ്ട്, ലക്ഷ്മിയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര സങ്കടം, നമ്മുടെ സച്ചി വരാത്തതില്. സച്ചി ഇതുവരെ എത്തിയില്ല, സച്ചേട്ടൻ ഇതുവരെ എത്തിയില്ല, അമ്മയെ എത്തുവാണെ വിളിച്ചേക്കാന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് തീർന്നില്ല. അതിനു മുമ്പ് രേവതി എന്നൊരു വിളി. നമ്മുടെ സച്ചി വരികയാണ് വാതിലും തുറന്നുകൊണ്ട്. ഇച്ചിരി പൂസാന്ന് തോന്നുന്നു, ഇച്ചിരി വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ വന്നു. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ഒറ്റ ഒരെണ്ണം കൊടുത്തിട്ട് പറഞ്ഞു, നീ എവിടെ പോയി കിടക്കുമായിരുന്നു, ഇത്ര നേരം ഈ കൊച്ചി ഇവിടെ കിടന്ന് അനുഭവിച്ച വേദന എന്താന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതിന് ഞാനൊരു ഓട്ടം പോയതായിരുന്നു. ഓട്ടം പോകണ പറഞ്ഞിട്ട് പോകത്തില്ല, അവളോട് പറയാതെ എന്തിനാ നീ പോയത്, എല്ലാം നീ അവളോട് പറഞ്ഞിട്ട് പോകുന്നില്ല. പാവ രാവിലെ മുതൽ ഇവിടെ കിടന്ന് അലഞ്ഞ് തിരിഞ്ഞ് നിന്നെ തപ്പി നടക്കരുത്, ഫോൺ വിളിച്ചിട്ട് എന്താണ് നീ എടുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പൊ രേവതിക്ക് സച്ചിനെ കണ്ടതും ഭയങ്കര സങ്കടമായിപ്പോട്ടെ. രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.